കർണാടക ഷിരൂരിൽ അർജുനെ കണ്ടെത്താൻ ഇന്ന് പുഴയിലിറങ്ങി തെരച്ചിലില്ല. മണ്ണ് നീക്കുന്ന പ്രവൃത്തി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. പുഴയിൽ ഡ്രഡ്ജിംഗ് സാധ്യത പരിശോധിക്കാൻ വിദഗ്ധ സംഘം ഇന്ന് രാത്രി ഷിരൂരിലെത്തും. കർണാടകം രക്ഷാദൗത്യം പൂർണ്ണമായും നിർത്തിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്നുള്ള ദൃശ്യങ്ങളിലൂടെ വ്യക്തമാണ്. കാരണം ഇവിടെ ഇപ്പോൾ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ് നടക്കുന്നത്. നദിയിൽ ഒരു തരത്തിലുമുള്ള രക്ഷാദൗത്യം നടക്കുന്നില്ല. അതായത് കർണാടക പൂർണ്ണമായും പിൻവാങ്ങിയിരിക്കുന്നു. ഇവിടെ സൈന്യമില്ല. അതുപോലെ തന്നെ മറ്റുള്ള പ്രകൃതി ദുരന്ത നിവാരണ സേന ഉൾപ്പെടെ ഇവിടെ നിന്ന് പിൻവാങ്ങിയിരിക്കുന്നു. നാവികസേന പിൻവാങ്ങിയിരിക്കുന്നു. എന്തായാലും ഇതിൽ നിന്ന് കർണാടകം പുറകോട്ട് പോയിരിക്കുന്നു. കേരളത്തിൻ്റെ ശക്തമായ സമ്മർദ്ദങ്ങളെപ്പോലും മറികടന്നുകൊണ്ട് പിൻവാങ്ങിയിരിക്കുന്നു. ഒപ്പം തന്നെ ദേശീയപാത തുറന്നു കൊടുക്കുന്നതിൽ എന്തായാലും ഇതിൽ കൃത്യമായി മണ്ണ് നീക്കം ചെയ്തതിന് ശേഷവും ഇതിൻ്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ആലോചിച്ച ശേഷവുമായിരിക്കും ഇതിന് ദേശീയപാത തുറന്നു കൊടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും രക്ഷാപ്രവർത്തനം ഇനി ഇതിന് ഡ്രഡ്ജിംഗ് നടത്താൻ ആവശ്യമായ സംവിധാനം തൃശ്ശൂരിൽ നിന്ന് വരേണ്ടതുണ്ട്. എന്തായാലും അത് ഇത്രത്തോളം അടിയൊഴുക്കുള്ള ഒരു പുഴയിൽ, അത് ഗംഗാവലി നദിയിൽ നടക്കുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ M. രാജഗോപാൽ MLA ചേരുന്നുണ്ട്. എന്താണ് അപ്പോൾ ഇവർ പൂർണ്ണമായി ഇത് നിർത്തി എന്നാണ് തോന്നുന്നില്ലേ? നമുക്ക് എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്തണം. ആധുനിക സാങ്കേതിക വിദ്യകളടക്കം പ്രയോജനപ്പെടുത്തിക്കൊണ്ട്, എല്ലാ സങ്കേതങ്ങളും പ്രയോജനപ്പെടുത്തിക്കൊണ്ട് തുടരണമെന്നുള്ള അഭിപ്രായത്തിൽ തന്നെയാണ് കേരളം ഉള്ളത്. തുടരണമെന്നുള്ളതാണ് ശക്തമായിട്ട് നമ്മുടെ ആവശ്യം. എന്തായാലും ഗംഗാവലി നദി പതിവ് പോലെ തന്നെ അതിൻ്റെ രൗദ്രഭാവം ഒട്ടും ചോരാതെ തന്നെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. മൺകൂനകൾ ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. ഇവിടെ എവിടെയോ നമ്മുടെ അർജുൻ ഉണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ പ്രതീക്ഷ. അർജുൻ്റെ ലോറി ഇവിടെ എവിടെയോ ഇതിനകത്ത് ഉണ്ട് എന്നുള്ളൊരു പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ അർജുനെ ഉപേക്ഷിച്ച് പോകാൻ ആർക്കും കഴിയില്ല. MLA-മാരും എല്ലാം ഇവിടെ തന്നെ നിൽക്കുന്നുണ്ട്. കാരണം ഇനിയുള്ള ഒരു പ്രതീക്ഷ ഇവിടെ ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളതാണ്. പക്ഷേ ആ വണ്ണുത്തിയുള്ള ഡ്രഡ്ജിങ് യന്ത്രം അതിന് പോസിബിൾ ആണോ എന്നുള്ള കാര്യത്തിൽ എല്ലാവരും സംശയം പ്രകടിപ്പിക്കുന്നുണ്ട്, വിദഗ്ധരുൾപ്പെടെ. സാധാരണ നമ്മുടെ കനാലുകളും കുളങ്ങളും ചെറുപുഴകളും നന്നാക്കാൻ അല്ലെങ്കിൽ വൃത്തിയാക്കാൻ കഴിയുന്ന, മണ്ണ് നീക്കം ചെയ്യാൻ കഴിയുന്ന ഒരു സംവിധാനം മാത്രമാണത്. അത് എത്രത്തോളം ഇത് ഈ രീതിയിലേക്ക് ഉപയോഗിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. ഷിരൂരിൽ നിന്ന് ക്യാമറാമാൻ ധനേഷിനൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18. അർജുൻ എന്താണ് സംഭവിച്ചതെന്നറിയാതെ നാട്ടിലേക്ക് മടങ്ങാനാവില്ലെന്ന് സഹോദരി ഭർത്താവ് ജിതിൻ. രക്ഷാദൗത്യം നിർത്തിവെച്ചത് ശരിയായില്ലെന്നും ഡ്രഡ്ജിങ്ങിൽ പ്രതീക്ഷയുണ്ടെന്നും ജിതിൻ ന്യൂസ് 18നോട് പറഞ്ഞു. അർജുൻ്റെ സഹോദരി ഭർത്താവായ ജിതിൻ ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തായാലും ദൗത്യം പൂർണ്ണമായും നിർത്തിയ പോലത്തെ ഒരു അറ്റ്മോസ്ഫിയറാണ് ഇവിടെ ഉള്ളത്. കാരണം ഇവിടെ സൈന്യം അടങ്ങിയിരിക്കുന്നു. ഇവിടെ ഇപ്പോൾ റോഡിലേക്ക് വീണിരിക്കുന്ന മണ്ണ് നീക്കം ചെയ്യുന്നൊരു പ്രവൃത്തി മാത്രമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെയൊരു ഇത് പുനരാരംഭിക്കുമോ? എങ്ങനെയാണ് പ്രതീക്ഷയുണ്ടോ? പുനരാരംഭിക്കുമെന്നുള്ള പ്രതീക്ഷ അത് ഉണ്ട്. പക്ഷേ അത് എന്നുള്ളതിലൊരു ചോദ്യചിഹ്നമുണ്ട്. ഈ സാഹചര്യത്തിൽ തൃശ്ശൂരിൽ നിന്ന് വരുന്ന ഓപ്പറേറ്റേഴ്സ് ഇവിടെ ഇന്ന് രാത്രി എത്തിയതിനു ശേഷം നാളെ രാവിലെ ഇവിടുത്തെ സ്ഥലങ്ങൾ വിലയിരുത്തിയതിന് ശേഷമായിരിക്കും ഒരു തീരുമാനം ഉണ്ടാകുക എന്നാണ് അറിയാൻ പറ്റിയത്. അത് വിജയിക്കുകയാണെങ്കിൽ പിന്നെ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ എത്തും എന്നാണ് അറിയാൻ പറ്റിയത്. പക്ഷേ ഇത്രയും നീണ്ടു പോകുമ്പോൾ കുടുംബത്തിനൊരു മാനസിക വിഷമമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് നമ്മുടെ കയ്യിലെല്ലാം മനസ്സിലായിട്ടുണ്ട്. നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പം പറയുന്നത് അവരുടെ ആവശ്യം അർജുൻ എന്തു സംഭവിച്ചു എന്നുള്ളതിന് ഉത്തരം അത് കിട്ടിയേ മതിയാകൂ എന്നുള്ളതാണ്. അർജുൻ ലോറിയിൽ തന്നെയാണോ അല്ലെങ്കിൽ പുറത്തു പോയോ? ഇപ്പോൾ അങ്ങനെ ഒരുപാട് സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഈ സംശയങ്ങളെല്ലാം നിലനിൽക്കാൻ കാരണത്തിൻ്റെ ഒരു അർജുനെ കാണാത്തത് കൊണ്ടാണ്. അർജുൻ എന്ത് സംഭവിച്ചു എന്നുള്ളത് അറിഞ്ഞാൽ മാത്രമേ അതിനെല്ലാം ഒരു ഉത്തരമാവുകയുള്ളൂ. ഷിരൂരിലെ ദുരന്തഭൂമിയിൽ നിന്ന് KP ധനേഷിനൊപ്പം S. വിനേഷ് കുമാർ, ന്യൂസ് 18.